ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുള്ളത്, ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിൻ്റെ എപ്പോഴും ഒരു പ്രെയർ ടൈമുണ്ട്. അപ്പം നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എപ്പോഴും മാതാവിൻ്റെ ഒരു പ്രതിമയുണ്ട്. അപ്പോൾ അതിന് മുന്നിൽ നിന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും. എപ്പോഴും ഇങ്ങനെ ക്രിസ്ത്യൻസ്, ഒരുപാട് കുട്ടികളാണ് ക്രിസ്ത്യൻസ്. അപ്പോൾ അവരിങ്ങനെ ഓരോ ദിവസവും ഈ രാത്രിയിലത്തെ നൈറ്റ് സപ്പർ കഴിഞ്ഞിട്ടാണ് അവരിങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കും. എന്നിട്ട് ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് റൂമുകളിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ഈ പാട്ട് എപ്പോഴും അവിടെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കോളേജിൽ ഇങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷനും ഒക്കെ ഈ പാട്ട് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പം ക്രിസ്മസ് വരികയാണ്, ബുധനാഴ്ചയാണ് ക്രിസ്മസ്. ലോകത്ത് എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഡെക്കറേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊരു ഫെസ്റ്റീവ് മീൽസിന് വേണ്ടിയിട്ടോ മാത്രമല്ല ക്രിസ്മസ് സിംബോളിക്കലി അതൊന്നും അല്ല. ക്രിസ്മസ് എന്താണ്? എപ്പോഴും സ്പ്രെഡിങ് ലവ്, ഗിവിങ്, ഷെയറിങ്, അതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. മദർ തെരേസ പറഞ്ഞിട്ടുള്ളൊരു ക്വാട്ട്സാണ്, ക്രിസ്മസ് ഈസ് നോട്ട് ജസ്റ്റ് എ ഡേ ബട്ട് എ വേ ഓഫ് ലൈഫ് റൂട്ടഡ് ഇൻ കൈൻഡ്നസ് ആൻഡ് ലവ് ഫോർ അതേഴ്സ്. അതെ, അത് തന്നെയാണ് ക്രിസ്മസ്. നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു പാഠവും അതുതന്നെയാണ്. ഒരു സ്നേഹം കൊണ്ടോ, ഒരു പുഞ്ചിരി കൊണ്ടോ, ഒരു ദയയുടെ ഒരു നോട്ടം കൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക. ഒരു സീസൺ ഓഫ് ലവ് ആണ് ക്രിസ്മസ്. എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായ ക്രിസ്മസ്.